3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ലണ്ടനിൽ നടന്ന ഒരു മ്യൂസിക് പ്രോഗ്രാം, അതായത് ബോബി വില്യൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഡെത്ത് ടു ഇസ്രായേൽ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മ്യൂസിക് പ്രോഗ്രാമിനെ BBC ഒക്കെ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി അറിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പിന്നീട് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ പിൻവലിച്ചുകൊണ്ട് ഒരു ഖേദപ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ബോബ് വില്യൻ, ഈ കുട്ടിനിക്കറിട്ട ഈ മ്യൂസീഷ്യനെ, ഇതിൻ്റെ എൻ്റയർ ടീം തന്നെ ഇനി അമേരിക്കയിലോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ടോട്ടലി തന്നെ ഇയാളെയും ഇയാളുടെ ബാൻഡിനെയും ഇയാളുടെ 10-30 പ്രോഗ്രാം എങ്ങാണ്ട് അമേരിക്കയിലുടനീളം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ക്യാൻസലാക്കിക്കൊണ്ട് ഇയാളിനി അമേരിക്കയുടെ സൈഡിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ടോട്ടലി വിസ എല്ലാം തന്നെ റിവോക്ക് ചെയ്തിരിക്കുകയാണ്. വിസ ഇപ്പം ഇസ്ലാമിൽ തന്നെ ഒരു കൂട്ടർ മ്യൂസിക് കുഴപ്പമില്ല എന്ന് പറയും, പിന്നെ പൊതുവിൽ അവർ പറയുന്നത് മ്യൂസിക് ഹറാമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ആൾക്കാരൊക്കെ പോയിരുന്നത് മ്യൂസിക് ഫെസ്റ്റിവലിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പേ, ഇവർക്ക് വേണം എന്ന് പറഞ്ഞ സമയത്ത് ഇവരെല്ലാം ആസ്വദിക്കാനും എല്ലാത്തിനും തയ്യാറാണ്. പക്ഷേ അല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അവർ പിടിച്ച് കയറി ഭയങ്കര ന്യായവാദങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മ്യൂസിക് ഫെസ്റ്റിവലിന് ഇത്രയും പേര് അവിടെ പോയി തുള്ളിയത് എന്തിനാണ്? മ്യൂസിക് ഇവർക്ക് വേണ്ടാത്തൊരു സംഗതിയാണ്. ഇതേപോലത്തെ ഒരു മ്യൂസിക് ഫെസ്റ്റിവലാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നടന്നത്. ആ മ്യൂസിക് ഫെസ്റ്റിവലിലാണ് ഈ ഹമാസ് തീവ്രവാദികൾ മൊത്തത്തിൽ കയറി അവിടെ ഇറങ്ങി വീട്ടിലിരുന്ന ആൾക്കാരെ അവരെ പിടിച്ചോണ്ട് പോയത്. അതും ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആയിരുന്നു, ഇതും ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് മ്യൂസിക് ഫെസ്റ്റിവൽ 2 തരത്തിൽ ഉപയോഗിക്കാൻ അറിയാം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്നാലും അതൊരു സൈഡിലിരിക്കട്ടെ. രണ്ട് ഹമാസ് തീവ്രവാദികൾ ഈ മൈൻ, കണ്ണിവെടി എന്നൊക്കെ പറയത്തില്ല, അതേപോലെ മൈൻ, ലാൻഡ് മൈൻ, അതായത് നിലത്ത് കുഴിച്ചിടുന്ന മൈനുകൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് ആ ഡ്രോൺ വെച്ച് ആ ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് ഇസ്രായേൽ തകൃതിയായിട്ട് ആക്രമണങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ ഹമാസും അതേപോലെ തന്നെ ഷബാബ് എന്ന് പറഞ്ഞൊരു അൽ ഷബാബ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഈ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി നടക്കുകയാണ് ഉള്ളിൽ. അതായത് കുറച്ച് സിവിലിയൻസ് എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കൂട്ടത്തോടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് ഹമാസ് തീവ്രവാദികളാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വെടിയുതിർക്കുന്നത്. അതായത് ഈ പൊതുജനങ്ങൾക്കെതിരെയാണ് വെടിയുതിർക്കുന്നത്. എന്നിട്ട് ഇതിന്റെ പേരെല്ലാം തന്നെ IDFന്റെ പേരിലാണ് ചാർത്തപ്പെടുന്നത്. അതായത് IDF വെടിവെക്കുന്നു, IDF ആണ് ഇവരെ വധിക്കുന്നത്, IDF ആണ് സിവിലിയൻസിനെ കൊല്ലുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ കെട്ടിച്ചമയ്ക്കപ്പെടുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസ് തന്നെയാണ് ശരിക്കും ഈ പൊതുജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നത്. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, പിന്നെ അതും കൂടി നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുമ്പ് UK കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. UKന്റെ പാർലമെന്റിൽ പാലസ്തീനിയൻ ആക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടീമിനെ നിരോധിച്ചത്. അപ്പോൾ അത് അവരിപ്പം ഡിജിറ്റൽ പാലസ്തീനിയൻ ആക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഓൺലൈനിലൂടെ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള രീതിയിൽ. അതായത് ഇവർ എത്ര നിരോധിച്ചാലും ഇവർ വീണ്ടും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇവരെ അങ്ങനെ നിരോധിക്കാൻ പറ്റുന്ന സംഘടനകളല്ല ഇതൊന്നും. ഇവരൊക്കെ വേറെ പേരിൽ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉള്ളിൽ വരെ ഇപ്പം ഇവർ അതിതീവ്രമായ നിലയിലുള്ള പ്രകടനങ്ങളാണ് ഇപ്പം അമേരിക്കയുടെ ഉള്ളിലൊക്കെ കാഴ്ചവെക്കുന്നത്. അവിടെ ആ ഒരു ലേഡി കിടന്ന് ഉറഞ്ഞു തുള്ളുകയാണ്. എല്ലാം ഈ പാലസ്തീന്റെ പേരിൽ തന്നെയാണ് ഈ ഉറഞ്ഞു തുള്ളുന്നത്. അമേരിക്കയുടെ സൈഡിൽ നിന്നാണെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കടുത്ത നിലപാടുകളാണ് ഈ ആന്റിസെമിറ്റിസവുമായിട്ട് വരുന്ന ആൾക്കാർക്കെതിരെ നടത്തുന്നത്. شرموطة كلب شرموطة I want to get her on video. Shut the fuck up! Bro, she's walking away with the video. അപ്പോൾ അതിലുപരിയായിട്ട് ഒരുപാട് പേരെ പിടിക്കുന്നുണ്ട്, ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കോളേജുകളിൽ കടുത്ത നടപടിയെടുക്കുന്നു. ജൂവിഷിനെതിരെ സ്പെസിഫിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ കടുത്ത നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ സർക്കാരിനെതിരെയാണ് ഈ രീതിയിലുള്ള ഉറഞ്ഞു തുള്ളൽ നടക്കുന്നത്. ഇത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതായത് ഹിസ്ബുള്ള ഇസ്രായേൽ നടത്തിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് പേജർ അറ്റാക്ക്. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് പേജർ അറ്റാക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ പേജർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ്. അത് മറ്റുള്ളവരാരും ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനകത്ത് ട്രേസ് ചെയ്യാൻ പറ്റും, അതിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഡിവൈസ് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹിസ്ബുള്ള വളരെ തന്ത്രപരമായിട്ട് ഈ പേജർ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചത്. പേജർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് 180 വേർഡുകൾ അടങ്ങിയ മെസ്സേജുകൾ, ഷോർട്ട് മെസ്സേജുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ഷോർട്ട് മെസ്സേജുകൾ വായിക്കുക, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാം. എവിടെയെങ്കിലും മീറ്റിംഗ് ഒത്തുകൂടുന്ന പറഞ്ഞാൽ ഒരു മെസ്സേജ് വിടും, ഇന്ന സ്ഥലത്ത് മീറ്റിംഗ്, അത്രയേ ഉള്ളൂ, കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് അവിടെ എത്തും. അപ്പോൾ ഒരു പേജർ ഡിവൈസ് ഇതെല്ലാവരുടെയും ഇടുപ്പിലാണ് ഇത് വെക്കുന്നത്. പണ്ടൊക്കെ ഈ നോക്കിയ മൊബൈലൊക്കെ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ബെൽറ്റിലൊക്കെ ഇങ്ങനെ അകത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകും. ബെൽറ്റിൽ സെപ്പറേറ്റ് ഒരു പൗച്ച് ഉണ്ടാവും, അതിലാണ് വെച്ചുകൊണ്ട് പോകുന്നത് മൊബൈലൊക്കെ. അതുപോലത്തെ ഒരു സംഭവമാണ് ഈ പേജറൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ പോകുന്നത്. പല കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പേജർ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയാണ് പേജർ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പേജർ എല്ലാം തന്നെ ഇടുപ്പിൽ നിന്നാണ് പൊട്ടിത്തെറിച്ചത്. 3500 ആൾക്കാരിലധികം പേജർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്മാരകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ഈ പേജർ അറ്റാക്കിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിക്കവറായ ആൾക്കാരെല്ലാം ഇപ്പോൾ വീൽ ചെയറിലാണ്. അപ്പോൾ ആ ഒരു വീൽ ചെയറും എടുത്തുകൊണ്ട് ലെബനാന്റെ ഉള്ളിൽ ബൈറൂത്തിൽ റോഡിലൂടെ ഒരു റാലി സംഘടിപ്പിച്ചതാണ് ഹിസ്ബുള്ള. ഇത് എന്നേക്കുമായിട്ടുള്ള ഒരു ഓർമ്മയാണ് ഹിസ്ബുള്ളക്ക്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊസാദിന്റെ സമ്മാനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. ആ പേജർ അറ്റാക്കിലാണ് ഹിസ്ബുള്ള ശരിക്കും തകർന്നു പോയത്. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ചിന്തയില്ലായിരുന്നു. ആ രീതിയിൽ അവരെ തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഇന്ന് വരെ മൂലക്കിരുത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ മേജർ മീഡിയ എല്ലാം തന്നെ ഇറാൻ എന്തോ ഇസ്രായേലിനെ അങ്ങ് ഭയങ്കരമായിട്ട് അടിച്ചങ്ങ് തകർത്ത് തരിപ്പണമാക്കി, ടെലവീവ് എന്ന് പറഞ്ഞൊരു നഗരമേ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് അങ്ങ് വാർത്തകൾ അങ്ങ് അടിച്ചിറക്കി വിടുന്നത്. ഞാൻ ടെലവീവ് എന്ന് പറഞ്ഞ നഗരത്തിന്റെ ഒരു ഏരിയൽ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ടെലവീവ് ഒരു രാത്രി സമയത്ത് എങ്ങനെയാണ് നിൽക്കുന്നത്, എന്ത് തിളക്കത്തോടെയാണ് ടെലവീവ് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഇതാണ് ടെലവീവിന്റെ ഒരു നൈറ്റ് വ്യൂ. ഇതാണ് ടെലവീവ്, ഇറാൻ തച്ച് തകർത്ത ടെലവീവ്. അതും കൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കണം. ക്യാപ്ഷനാണ്, സ്പെഷ്യൽ ക്യാപ്ഷൻ. അപ്പോൾ എന്തായാലും ആ രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം UK കുറിച്ച് ഒരു ചെറിയ വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. UK പല രീതിയിലും ഇസ്ലാമിസ്റ്റുകളുടെ സ്വാധീനം, ഞാൻ പറയുന്നത് സാധാരണ മുസ്ലിംസിന്റെ അല്ല. അതായത് ഇവിടെ നിന്ന് UK പോയിട്ട് അവിടെയൊക്കെ പഠിച്ചിട്ട് പഠനമൊക്കെ നടത്തി അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന സാധാരണ മുസ്ലിം സുഹൃത്തുക്കളെ കുറിച്ചല്ല പറയുന്നത്. ഇത് ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിക നിലപാട് കൊണ്ട് തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തീവ്രവാദ ആക്രമണങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പിന്തുണയ്ക്കുന്ന, അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് UK നടന്ന മാറ്റം എങ്ങനെയാണ് ഈ UK ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കാനുള്ള കാരണം, അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു 2-3 പോയിന്റ് ഉണ്ട്. ലണ്ടൻ മേയർ മുസ്ലിമാണ്, ബിർമിംഗാം മേയർ മുസ്ലിമാണ്, ലീഡ്സ് മുസ്ലിം മേയറാണ്, അതേപോലെ ബ്ലാക്ക്ബേൺ മുസ്ലിം മേയറാണ്, അതുപോലെ ഷെഫീൽഡ് മുസ്ലിം മേയറാണ്, ഓക്സ്ഫോർഡ് മേയർ മുസ്ലിമാണ്, ലാറ്റിൻ മേയർ മുസ്ലിമാണ്, അതുപോലെ ഒഡാം മേയർ മുസ്ലിമാണ്. മേജർ ആയിട്ടുള്ള സിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന മേയറുകളെല്ലാം മുസ്ലിമാണ്. ഇനി റോച്ച്ഡെയിലും മുസ്ലിമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാം കമ്മ്യൂണിറ്റി അവിടെ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4 മില്യൺ ആണ് മുസ്ലിം പോപ്പുലേഷൻ ഇംഗ്ലണ്ടിലുള്ളത്. 66 മില്യൺ പീപ്പിളിൽ വെറും 4 മില്യൺ ആണ് മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഉള്ളത്. അവരുടെ ഡോമിനൻസ് വളരെയധികം വൈബ്രന്റ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നാഷണാലിറ്റി കിട്ടിയ UK നാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ 4 മില്യൺ. 4 മില്യൺ ഔട്ട് ഓഫ് 66 മില്യൺ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വെറും 4 മില്യൺ ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലണ്ടിൽ മൊത്തത്തിൽ 3000 മോസ്കുകളുണ്ട്. ഇതൊക്കെ വളരെ റീസെന്റ്, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ കെട്ടിപ്പൊക്കിയതാണ് ഈ 3000 മോസ്കുകൾ. അതുപോലെ തന്നെ 130 ഷെറിയ കോടതികളുണ്ട്. 130 ഷെറിയ കോടതികൾ ഇംഗ്ലണ്ടിൽ. ഞാൻ പറയുന്നത് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അറബ് എമിറേറ്റ്സിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ലണ്ടനിൽ UK കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 50 ഷെറിയ കൗൺസിലുകളുണ്ട്, സെപ്പറേറ്റ് കൗൺസിലുകൾ. ഇനി 78% സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളും ജോലിക്ക് പോകാറില്ല. അവരെല്ലാം വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അവർക്കെല്ലാം മിനിമം 3 to 5 കിഡ്സ്, 3 മുതൽ 5 കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും, മസ്റ്റാണ്. ഈ ഫാമിലി പ്ലാനിങ് ഇവർ ചെയ്യാറില്ല, നിയമവിരുദ്ധമാണ് ഇവർക്ക്. അണ്ടർ ഷെറിയ ലോ പ്രകാരം ഈ പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അണ്ടർ ഷെറിയ ലോ പ്രകാരം അത് വലിയ കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് പാപമാണ്. അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിനിമം 3 മുതൽ 5 കുട്ടികൾ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ വീട്ടിലിരിക്കുന്ന ഇപ്പോൾ 78% മുസ്ലിം സ്ത്രീകളും വീട്ടിലാണെങ്കിലും
ഇവർക്ക് സ്റ്റേറ്റ് സപ്പോർട്ട് ഫണ്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീ അക്കോമഡേഷൻ ആണ്. ഇതും കൂടെ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വിഷയമാണ്. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ലക്ഷക്കണക്കിന് പൈസ മുടക്കി സ്റ്റുഡന്റ് വിസ എടുത്ത് അവിടെ ബാങ്ക് ലോൺ എടുത്ത് അവിടെ പോയി ക്ലാസ്സിനും ചേർന്ന് അറ്റൻഡൻസും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് പാർട്ട് ടൈം ജോലി, അതും പ്രത്യേക മണിക്കൂറിൽ കിട്ടുന്ന ജോലികൾ ചെയ്ത് ആ തുച്ഛമായ വരുമാനം കൊണ്ട് ആ കിട്ടുന്ന ചെറിയ പൈസയിൽ അവിടുത്തെ റൂം റെന്റും കൊടുത്ത് അവിടുത്തെ അവരുടെ സ്വന്തം ചെലവിന്റെ കാര്യങ്ങൾ നോക്കി മൊബൈൽ എക്സ്പെൻസ്, അവരുടെ പേഴ്സണൽ ഹൈജീന്റെ എക്സ്പെൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ സ്റ്റെർലിംഗ് പൗണ്ട്സ് ആയിരിക്കും കയ്യിൽ കിട്ടുക. ആ തുക നാട്ടിലേക്ക് അയക്കുമ്പോഴാണ് അത് വലിയ തുകയായിട്ട് മാറുന്നത്. ആ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പിടിച്ചാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത്. ഈ രീതിയിൽ നാട് വിട്ട് UK യിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസിസ്. ഇതിന്റെ ഇടയിൽ അവിടുത്തെ അക്കോമഡേഷൻസ് ആണെങ്കിൽ ചിലർക്ക് ചില അക്കോമഡേഷൻസ് ഓക്കെ ആവും, പലർക്കും അക്കോമഡേഷൻസ് ഓക്കെ ആവാറില്ല. പലരും മാറി മാറി താമസിക്കേണ്ട സാഹചര്യമാണ്. ഒരു മാസം ഒരു റൂമിൽ താമസിക്കും, പിന്നെ അടുത്ത റൂമിലേക്ക് പോകണം. ഈ ഡോർമെറ്ററി പോലത്തെ ബാച്ചിലർ അക്കോമഡേഷൻസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അത് ആണുങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ, സ്ത്രീകൾക്കും ഇതേ അവസ്ഥ തന്നെയാണ്. ആ രീതിയിൽ മാറി മാറി കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ അഭിമാനം ഓർത്തിട്ടാണ് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്ത് പറയാണ്ട് നാട്ടിൽ നമ്മളെയും പ്രതീക്ഷിച്ച് നമ്മളുടെ പാരന്റ്സ് അതേപോലെ നമ്മളെ കയറ്റി അയച്ച ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മൾ അയക്കുന്ന ഈ ഒരു പൈസ വെച്ചാണ് അവരുടെ ചെലവും ഉപജീവന മാർഗവും ബാങ്ക് ലോണും എല്ലാം അടഞ്ഞു പോകേണ്ടത്. അപ്പൊ അത് ഓർത്തിട്ട് പലരും പല വിഷമങ്ങളും ഉള്ളിൽ അടക്കിയിട്ടാണ് ഈ കയറിപ്പോയ കുട്ടികളൊക്കെ അവിടെ താമസിക്കുന്നത്. പക്ഷേ അവിടെ വേറൊരു സമൂഹം വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ സൊസൈറ്റി. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കയറി പോകുന്ന മുസ്ലിംസ് അല്ല. ഇതെല്ലാം അറബ് രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജി എന്ന് പറഞ്ഞ പേരിൽ കയറി വന്ന് പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്ന് സുഡാൻ, സൊമാലിയ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെ വന്നിട്ട് വളരെയധികം ആധികാരികതയോടുകൂടി പറ്റിപ്പിടിച്ചിരുന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. 63% ആണുങ്ങളും 63% ഇസ്ലാമിസ്റ്റ് ഈ കൊടിയും പൊക്കി നടക്കുന്ന ഈ 63% ഈ കൊടിയും പൊക്കി നടക്കുന്ന ഈ ഒരു പാലസ്തീൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ കൗൺസിലിൽ ഈ കൊടി പൊക്കിക്കൊണ്ടുവരുന്നില്ലേ, ഇവർക്കൊന്നും ജോലിയും കൂലി ഒന്നുമില്ല, ഇവർക്ക് ആ ഓഫീസിലും പോകണ്ട, എവിടെയും പോകണ്ട, ഇവർക്ക് വേറെ ഒരു ജോലിയില്ല, ഇവർക്ക് ഈ കൊടി പൊക്കിക്കൊണ്ട് റോഡിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ തൊഴിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവരെ സ്റ്റേറ്റ് സംരക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയും സ്റ്റേറ്റുകളിൽ ഇവരെ സംരക്ഷിക്കാനും ഇവർക്ക് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കാനും ഇത്രയും സ്ഥലങ്ങളിലും മുസ്ലിം മേയർമാർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് എവിടെയാണ് ഇവരുടെ ഫണ്ടിന്റെ ഉറവിടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഉറവിടം. UK ഒരു രീതിയിലും കാര്യങ്ങളെ നേരെ ചൊവ്വേ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവിടെ പല രീതിയിലുള്ള ഈവൻ ഇതിനു മുമ്പ് ഋഷി സുനക് ഉണ്ടായിരുന്നു, അവിടുത്തെ എക്കോണമി എല്ലാം ശരിയാക്കി കളയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നടക്കില്ല. ഇപ്പൊ കീർ സ്റ്റാർമർ, ആളെ കൊണ്ട് നടക്കില്ല. ലിസ്ട്രസ് നടക്കില്ല, ഒരു രീതിയിൽ നടക്കില്ല. കാരണം ഇതിന്റെ ഫണ്ടൊക്കെ ഒഴുകുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ അത് UK ബേസിക് ആയിട്ടുള്ള UKയുടെ സ്ട്രക്ചർ ശരിയാക്കാണ്ട് ഒരിക്കലും UK ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകാൻ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ഈ സൊസൈറ്റി അനുവദിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. UK അതായത് ഇത് മൈഗ്രേഷൻ അല്ല, ഇത് ഇൻവേഷൻ, കടന്നുകയറ്റമാണിത്. ആ രീതിയിലുള്ള കടന്നുകയറ്റമാണ് UK നടക്കുന്നത്. ഇതുകൊണ്ടൊക്കെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് കയറി പോകുന്ന അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലീജിയൻ കിട്ടും. മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും നമ്മുടെ നാട്ടിൽ നിന്ന് കയറി പോകുന്ന ആൾക്കാർക്ക് സെയിം കൺസിഡറേഷൻ ആണ്. അവിടെ ഇസ്ലാമിന് വലിയ പ്രാധാന്യമൊന്നും അവിടെ കൽപ്പിക്കപ്പെടുന്നില്ല. വേറെ ടീമുകളുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അവരൊക്കെ ഈ റെഫ്യൂജികളായിട്ട് കയറിപ്പോയ സിറിയ ഭാഗത്ത് നിന്നൊക്കെ പോയ ആൾക്കാർ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പിന്നെ ഒരു വിഷയം കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ഈ അഹമ്മദ് അൽ-ഷാറ എന്ന് പറഞ്ഞൊരു സിറിയയിലെ HTS ഭരണകൂടം ഉണ്ടല്ലോ, ഈ HTS ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഒരു ടീം തയ്യാറാവുന്നുണ്ട്. അത് വേറെ എവിടെയല്ല, ഇറാഖിൽ നിന്ന് തന്നെയാണ്. ഇറാഖിൽ നിന്നും ഇറാനിന്റെ പ്രോക്സികളായിട്ടുള്ള ടീമുകൾ ഒത്തുകൂടി ഇസ്രായേൽ, അമേരിക്ക, അതിനോടൊപ്പം സിറിയയുടെ ഫ്ലാഗും കൂടെ ചേർത്ത് അവർ തറയിൽ പെയിന്റ് ചെയ്തിട്ടിട്ട് അതിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്ന രംഗമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഷിയാക്കളുടെ ആഘോഷത്തിൽ ഈ ഷിയാക്കളുടെ റാത്തീബ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഈ റാത്തീബ് എന്നുള്ള പരിപാടിയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. ഞാനത് ഇവിടെ പറയുന്നത് കാരണം ഈ റാത്തീബ് എന്ന് പറയുന്ന പരിപാടി ചില കത്തി വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി തുള്ളൽ, കത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ തുള്ളുന്ന ഒരു പരിപാടിയാണ്. ആ തുള്ളലിൽ അവസാനം ആ തുള്ളൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെറ്റതാളെ സഹിക്കില്ല, ആ രീതിയിലുള്ള തുള്ളലാണ്. കാരണം ആ രീതിയിൽ ചോര വീഴും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ പരിപാടി നടത്തുന്ന പോലെ ഒരു മെത്തേഡാണ് ഈ ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ ഇറാഖിലുള്ള ഇറാൻ പ്രോക്സികളായിട്ടുള്ള ആൾക്കാർ സിറിയക്കെതിരെ നൃത്തം ചവിട്ടിയത്. അപ്പൊ ഇതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ അവർ വരുന്നുണ്ട് സിറിയയിലോട്ട്, അവർ വരും, അത് തന്നെയാണ് അതിന്റെ സൂചന. അപ്പൊ എന്തായാലും സിറിയക്ക് ഇപ്പൊ നല്ല രീതിയിലുള്ള സംരക്ഷണവും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്, ഈ പ്രോത്സാഹനമൊക്കെ നല്ലത് തന്നെ. പക്ഷെ എത്രമാത്രം അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? കാരണം സിറിയക്കുള്ളിലിരിക്കുന്നതും തീവ്രവാദികളാണ്. അപ്പൊ ഈ രണ്ട് തീവ്രവാദികളും തമ്മിൽ, ഇറാഖും സിറിയയും തമ്മിൽ ഒരു യുദ്ധം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴല്ല, ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കും. ഈ 4-5 വർഷം വരെ നീണ്ടു പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു മാക്സിമം ഡ്യൂറേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.